നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞു പോകായിരുന്നല്ലോ. കൃഷ്ണദേവരായരെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. അപ്പോൾ അത് കേട്ട ഒന്ന് രണ്ട് സംശയങ്ങൾ എനിക്ക് അയച്ചു തന്നു. അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് രണ്ട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും ഞാൻ പറഞ്ഞു പോകാം. അതിൽ ഒരു ചോദ്യം ഇതായിരുന്നു: 1420 വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി ആര് എന്നാണ്. 1420 വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരി അത് നിക്കോളോ കോണ്ടിയാണ്. നിക്കോളോ കോണ്ടി ദേവരാജ ഫസ്റ്റിൻ്റെ കൊട്ടാരമാണ് സന്ദർശിക്കുന്നത്. ദേവരായ ഫസ്റ്റിൻ്റെ കാലത്താണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചത് വെനീഷ്യൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി. അതുപോലെ പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖും വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചത് 1442 ദേവരായ സെക്കൻഡിൻ്റെ കാലത്ത്. പേർഷ്യൻ സഞ്ചാരിയായ അബ്ദുൾ റസാഖ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചു 1442 ദേവരായ സെക്കൻഡിൻ്റെ കാലത്ത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: കൃഷ്ണദേവരായരുടെ പ്രശസ്തമായ കൃതികൾ ഏതെല്ലാം? കൃഷ്ണദേവരായരും ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് സംസ്കൃതത്തിലും തെലുങ്കിലും വളരെയധികം പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തെലുങ്ക് കൃതിയാണ് അമുക്തമാല്യത. കൃഷ്ണദേവരായർ രചിച്ച തെലുങ്ക് കൃതിയാണ് അമുക്തമാല്യത. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 2 സംസ്കൃത കൃതികളുണ്ട്. കൃഷ്ണദേവരായരുടെ സംസ്കൃത കൃതികളാണ് ഉഷാപരിണയവും ജാംബവതി കല്യാണവും. ഉഷാപരിണയവും ജാംബവതി കല്യാണവും എഴുതിയതും കൃഷ്ണദേവരായരാണ്. ഇനി അതുപോലെ നമ്മുടെ ഈ അല്ലസാനി പെതന്ന ഉണ്ടല്ലോ, ആന്ധ്ര കവിത പിതാമഹ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച അല്ലസാനി പെതന്ന, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് മനുചരിതം. മനുചരിതം എഴുതിയത് അല്ലസാനി പെതന്നയാണ്. ഇനി അടുത്തൊരു സംശയം ഇതായിരുന്നു: തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തെ നയിച്ചതാര്? തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തെ നയിച്ചത് അച്യുതരായരുടെ പ്രധാനമന്ത്രിയായിരുന്ന രാമരായരാണ്. അപ്പോൾ അത് ആ 2 പേര് വന്നുകൊണ്ടാണ് അവിടെ ഒരു സംശയം വന്നത് എന്നാണ് ആ സംശയം ചോദിച്ച ആൾ പറഞ്ഞത്. ഭരണാധികാരി എന്ന് പറയുന്നത് അച്യുതരായരാണ്. അച്യുതരായരുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് രാമരായർ. ആ രാമരായരാണ് യുദ്ധം നയിച്ചത്. കാലത്ത് ഈ ബാമിനി സാമ്രാജ്യം എന്ന് പറഞ്ഞൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. ബാമിനി സാമ്രാജ്യം തകർന്നിട്ട് ഉണ്ടായ അഹമ്മദ് നഗർ, ബിജപ്പൂർ, ഗോൽക്കൊണ്ട, ബീദാർ എന്നീ രാജ്യങ്ങളുടെ ഒരു സംയുക്ത സൈന്യമാണ് വിജയനഗര സാമ്രാജ്യത്തെ തളിക്കോട്ട യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക്